73-ാം വയസ്സിലും 37 വയസ്സുകാരൻ്റെ ആ എനർജി പിടിച്ച സിനിമ ടർബോ ഇപ്പോഴും തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടുന്നു. അതിൻ്റെ സിസ്റ്റാവ് ഇന്ന് എന്നോടുണ്ട്. ഷാജി നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷത്തിനും മുഹൂർത്തത്തിലാണ് കേട്ടോ നമ്മളൊക്കെ. അതെ, താങ്കളും അങ്ങനെ തന്നെയല്ലേ? അതെ, ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള മാസാണ് കാണിച്ചിരിക്കുന്നത്. മമ്മൂക്ക ഈ പ്രായത്തിലും ആ മാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓരോ പ്രേക്ഷകരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഞാൻ പറഞ്ഞ പോലെ 73 37 വയസ്സിൻ്റെ ആ ആർജവമാണ് മമ്മൂക്ക കാണിച്ചത്. എങ്ങനെയാണ് മമ്മൂക്കയെ കൊണ്ട് അത്രയും ഒരു സംഭവം ചെയ്യിക്കാൻ എന്ന് മനസ്സുറച്ചിറങ്ങിയത്? ഞാൻ മമ്മൂക്കയുടെ ഏജ് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ക്യാരക്ടർ ഏജ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മളെ ക്യാരക്ടറിനെ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 45 to 50 എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിലാണ് ക്യാരക്ടറിനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം പ്ലാൻ ചെയ്തു. പിന്നെ അതിനൊരു എക്സിക്യൂഷൻ മെത്തേഡ് പ്ലാൻ ചെയ്ത് മമ്മൂക്കയുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു. പിന്നെ മമ്മൂക്കയ്ക്ക് ഈ സിനിമയ്ക്ക് വന്നപ്പോൾ ഒരു ആക്ഷൻ സിനിമ ചെയ്യാമെന്ന് പറയുന്ന തീരുമാനത്തിൽ തന്നെയാണ് പുള്ളി വന്നത്. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു. എന്നുവെച്ചാൽ മാനസികമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് അതിനങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ അതിൻ്റെ ഷൂട്ടിങ് മുന്നോട്ട് പോയി. എനിക്ക് പ്രസ് മീറ്റിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. എനിക്ക് ആ സ്റ്റണ്ട് മാഷ് എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ ചോദിച്ചപ്പോൾ അത് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ എനിക്ക് പറഞ്ഞു ഇപ്പോൾ ഇല്ല. മമ്മൂക്കായാണ് ഇതിനകത്ത് ഫൈറ്റ് സമയത്ത് ഒരു ഡൂപ്പ് പോലും വേണ്ട. 95% മമ്മൂക്ക ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഒന്ന് വീണു പോയപ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ ഒന്ന് ചോദിച്ചു ഒരാളെ മാറ്റി ചെയ്യുന്നു. അപ്പോഴും മമ്മൂക്ക വേണ്ട ഞാൻ തന്നെ ചെയ്യാൻ പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞു. ഇനി പറയാവുന്ന സമയമാണല്ലോ. ആ സംഭവം ഒന്ന് പറയൂ. അല്ല, അതെന്താണെന്നറിയോ, അത് ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനത്തെ വലിയ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ പരമാവധി ഞാൻ എപ്പോഴും ആ റിസ്ക് ഒഴിവാക്കാവുന്ന മെത്തേഡുകളാണ് ഷൂട്ട് ചെയ്യാറ്. പക്ഷെ ചില സമയത്ത് അങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ സംഭവിക്കാം. ഇപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-20 ദിവസം എടുത്തിട്ടുണ്ടാവും ഈ ക്ലൈമാക്സിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനകത്തൊരു ബാക്ക് ഷോട്ട് ഉണ്ടായിരുന്നു. ബാക്ക് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലെ പിടിച്ച ഒരാളിങ്ങനെ വലിക്കുന്ന സമയത്ത് അയാളിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമുള്ള ഷോട്ട് എടുക്കുക. അപ്പോൾ എഴുന്നേറ്റ് പോയി പുള്ളി അടുത്ത ആളെ കിക്ക് ചെയ്യുന്നതാണ് ഷോട്ട്. അപ്പോൾ ആ ആള് പുറകോട്ട് പോകാനുള്ള ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അയാൾ റോപ്പിൽ വെച്ചിരിക്കുക. അപ്പോൾ അയാളെ നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കും. അപ്പം നമുക്ക് എഴുന്നേറ്റ് പോയി അടുത്തുള്ള ഷോട്ട്. ഇതാണ് ഷോട്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോപ്പ് വലിച്ച ആളുടെ അവർ 3 പേര് നിന്നാ ചെയ്യുക. അത് സിങ്ക് മാറിപ്പോയി ലെഫ്റ്റിലേക്ക് വലിച്ചു കുറച്ച്. അപ്പോൾ അത് നമുക്ക് എഴുന്നേറ്റ് വരികയാണല്ലോ. അപ്പോൾ നമ്മളൊരാൾ നിന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ബാലൻസ് കിട്ടുക ഫുള്ളായിട്ട്. അപ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഈ ഡയറക്ഷൻ മാറി വന്ന് ഇയാൾ മമ്മൂക്ക ഇടിച്ചു. അത് മമ്മൂക്ക ഇടിച്ചു. മമ്മൂക്ക ഇങ്ങനെ കറങ്ങിപ്പോയി ഒരു ടേബിളിന്. അപ്പോൾ അവിടെ മുഴുവൻ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുക ഈ ട്യൂണ വെക്കുന്നത്. ആ ടേബിളിന് പോയി തലയടിച്ച് മറിഞ്ഞ് ആ ടേബിളിന് അടിയിലേക്ക് വീണുപോയി മമ്മൂക്ക. അപ്പോൾ നമ്മൾ ഒരു കൂട്ട നിലവിളി ആദ്യം കേട്ടത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും അവിടെ നിന്നിരുന്ന എല്ലാവരും ഒരുമിച്ച് നിലവിളിച്ചു പോയി. ഞാൻ ഓടിപ്പോയി മമ്മൂക്കയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് എൻ്റെ അവിടെ അടുത്ത് കസേരയിൽ ഇരുത്തിയിട്ട് ഞാൻ മമ്മൂക്കയുടെ കൈ പിടിച്ച് കുറേ നേരം ഞാനിങ്ങനെ വിറയ്ക്കുന്ന എനിക്ക് കാണാം പേടിച്ചിട്ടേ. കാരണം ഞാൻ ഭയന്നു പോയി ഭയങ്കരമായിട്ട്. കാരണം അത് ഒന്ന് തലയിടിച്ചാണ് വീണത്. പിന്നെ ബാലൻസ് തെറ്റിപ്പോകുന്ന കുറേ ദൂരം പോയി പുള്ളി അടിച്ച് വീഴാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഫൈറ്റ് മാസ്റ്റർ ഒന്ന് കൊച്ചു കുട്ടിയെ പോലെ ഒന്ന് കരയുക. എല്ലാവരും പേടിച്ചു. ഓഫ്കോഴ്സ് ഞാൻ ഭയങ്കരമായിട്ട് വിറച്ച് പോയായിരുന്നു. ഈ ഫൈറ്റ് മാസ്റ്ററിൽ നിന്നും ഭയങ്കര കരച്ചിലായിരുന്നു. മമ്മൂക്ക ഒന്ന് ഓക്കെ ആയിട്ട് മമ്മൂക്ക എഴുന്നേറ്റ് പോയിട്ട് അവരുടെ അടുത്ത് എന്താ മോനെ അതും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതല്ലേ, നമ്മൾ മനഃപൂർവ്വം ചെയ്യണമല്ലോ, താൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് പറഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ജോർജ് ഏട്ടൻ ഒരു 3 പ്രാവശ്യം വന്ന് പറഞ്ഞു. അന്ന് മൊത്തം ഡെസ്പായിരുന്നു. അയാൾ മൊത്തം തകർന്നു പോയി. കാരണം അങ്ങനെ ഒരു അത് ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അത് ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവം. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം 5-6 മുറിവുണ്ട് അല്ലെ 10-20 സ്ക്രാച്ചൊന്നും അല്ല. അതിൽ കൂടുതലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഒരുപാട് എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മമ്മൂക്ക ആയതുകൊണ്ട് പുള്ളി അതിനെ ഓക്കെ ഇതൊക്കെ സംഭവിക്കുന്നതാണെന്നുള്ള ഒരു ആംഗിളിൽ എടുത്തത് കൊണ്ടാണ് ഷൂട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം അതിനുശേഷം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് കൂടിയ ഷോട്ടാണ് പിന്നീട് കാണുള്ളത്. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞ് പോയിട്ട് ഒന്ന് ഫ്രഷപ്പായി വന്ന് അടുത്ത ഷോട്ടിലേക്ക് കയറി. ബുദ്ധിമുട്ട് എല്ലാവരും ഒന്ന് ഭയങ്കരമായിട്ട് വിറച്ചു പോയി. ഭയത്തോട് എല്ലാവരും കൂടെ അറ്റാക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് പോയി എല്ലാവരും. അതാണ് എന്നോട് ഫൈറ്റ് മാഷ് ഇങ്ങനെ ഞങ്ങൾ. കാരണം അത് പിന്നെ
ഈ ഒരു ആക്ഷൻ ടൈമിങ് സെറ്റ് ആവാൻ ഒരാൾ വിചാരിച്ചാൽ പോരാ. ഇപ്പോൾ ഹീറോ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കൂടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കറക്റ്റ് ആവണം. ഈ അയാളുടെ കൺട്രോളിലും അല്ല റോപ്പ് ഷോട്ട് ഒരിക്കലും ആക്ടറുടെ കൺട്രോളിലല്ല. റോപ്പ് ഫുഡ് ചെയ്യുന്നവരുടെയാണ്. അപ്പോൾ അവരുടെ ടൈമിങ് മാറുമോ, അവർ തമ്മിലുള്ള സിങ്ക് മാറുകയോ ചെയ്താൽ ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടികളാണ്. അതുകൊണ്ടാണ് ഈ ആക്ഷനിൽ എപ്പോഴും അതിനകത്ത് റിസ്ക് വരുന്നത്. ഒരു ആക്ഷൻ സിനിമ എടുക്കുമ്പോൾ, ഇപ്പം ഡയറക്ടർ ആക്ഷൻ സിനിമ എടുക്കുമ്പോൾ നല്ല റിസ്ക്കാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല റിസ്ക്കാണ്. ഈ മമ്മൂക്കാനെ വെച്ച് ആക്ഷൻ സിനിമ മതി എന്ന് തീരുമാനിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. മമ്മൂക്ക അതുകൊണ്ടല്ല, ഈ മമ്മൂക്ക് കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെ. ഞാനാണല്ലോ ഈ 2 വർഷം കൂടുമ്പോൾ സിനിമ ചെയ്യണേ, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ സിനിമ ചെയ്യണം. പക്ഷെ മമ്മൂക്ക് നോക്കൂ, കണ്ടിന്യൂസ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മമ്മൂക്കയുടെ സിനിമയുടെ രീതികൾ പല തരത്തിലുള്ള സിനിമകൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണം നിർബന്ധമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. ഒരു സിനിമ കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് എല്ലാ സിനിമ, എല്ലാ ജോണറുകളും അങ്ങനെയാണ്. അപ്പോൾ ഈ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി പുള്ളി ചെയ്യുന്ന സിനിമയാണ് ടർബോ. അത് അവർക്ക് വേണ്ടി മാത്രമുള്ള സിനിമയാണ്. പക്ഷെ അതിപ്പോ ഫാമിലിയും കയറി ഏറ്റെടുത്ത്. ഓഫ് കോഴ്സ് അല്ല, ഞാൻ പറഞ്ഞത് ഫാമിലിക്ക് ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടായില്ല. കൂടുതൽ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന എത്രയോ ഫാമിലി ഉണ്ട് അല്ലേ, കുട്ടികളുണ്ട് ഭയങ്കര. ഞാൻ പറഞ്ഞത് അതല്ല, ഓരോ ജോണർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ മാസ് ആക്ഷൻ സിനിമകൾ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പുള്ളി ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് പുള്ളിയുടെ ഡിസിഷനാണ്. അതുകൊണ്ടാണല്ലോ പുള്ളി ബ്രില്യൻ്റ് ആവുന്നത്. പുള്ളി ഏതെങ്കിലും ഒരു തരത്തിലുള്ള സിനിമ മാത്രം ചെയ്ത് പോകുന്ന കംഫർട്ട് സോൺ നോക്കി പോകുന്ന ആളല്ല. പുള്ളിയുടെ എൻറ്റയർ കരിയറിൽ പുള്ളി പല തരത്തിലുള്ള സിനിമകൾ ഇങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊരു ടേൺ ആണ് ആക്ഷൻ സിനിമ എന്ന് പറയുന്നത്. എന്ത് ചെയ്താലും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ആക്ഷൻ സിനിമ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സിനിമ ചെയ്യുക, കാണാത്തൊരു ആക്ഷൻ ചെയ്യുക, ഇതുവരെ ചെയ്യാത്തൊരു ആക്ഷൻ ചെയ്യുക. അതാണല്ലോ നമ്മുടെയും ജോബ്. അതെ. 2010 യാത്ര മമ്മൂക്കാടെ ഒപ്പമുള്ള യാത്രയാണ് തോന്നുന്നത് അല്ലേ? പൊക്കിരാജോട് മമ്മൂക്കായുടെ 2009 സ്റ്റാർട്ട് ചെയ്തു. 2010 റിലീസ് ചെയ്യുന്നത്. ആ ഒരു യാത്ര ഇപ്പോൾ 2024 വന്നിരിക്കുകയാണ്. എന്തിലേക്ക് വന്നപ്പോഴും മമ്മൂക്കാടെ കൂടെ തന്നെയാണ്. 3ാമത്തെ സിനിമയാണ് മമ്മൂക്കാടെ കൂടെ. മമ്മൂക്കാടെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മമ്മൂക്കായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ ഒരു സംസാര രീതികളാണ് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുള്ളത്? മമ്മൂക്കയുടെ അടുത്ത് എന്തോ സംസാരിക്കാം. ആകാശത്തിന് കീഴെയുള്ള ഏത് ടോപ്പിക്കും പുള്ളിയോട് സംസാരിക്കാൻ പുള്ളി ഒക്കെയാണ്. കാരണം പുള്ളിക്ക് അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിവുണ്ടാവും. ബിക്കോസ് പുള്ളി ഇങ്ങനെ ഒരു തുറന്ന പാത്രവുമായി ഇരിക്കുന്ന ആളാണ്. എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്ന ആളാണ്. പുള്ളിയുടെ അടുത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പറയാം. ഈ നമുക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലായിടത്തും പറ്റാത്തൊരു കംഫർട്ട് സോൺ നമുക്ക് മമ്മൂക്കയുടെ അടുത്ത് കിട്ടാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ആശങ്കകൾ, ടെൻഷൻസ്, നമ്മളുടെ ഭയം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മൾ മറ്റൊരിടത്ത് പൊതുവെ പറയാറില്ല. അത് ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും. കാരണം നമ്മളെ ജഡ്ജ് ചെയ്യും അവർ. നമുക്കുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് നമുക്കെല്ലാവർക്കും പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഇത് ക്ലാരിറ്റി ഇല്ലെന്ന് ചിന്തിക്കും ആൾക്കാർ. അതെല്ലാം മനുഷ്യർക്കും സ്വാഭാവികമായി തോന്നും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലങ്ങളിൽ നമ്മളിങ്ങനെ സിനിമ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക, അതിൻ്റെ സ്വഭാവങ്ങളും രീതികളും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണോ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം. ഇത് നമ്മൾ ആരുടെ അടുത്ത് സംസാരിക്കും? അപ്പോൾ എത്രയും എക്സ്പേർട്ടായിട്ടുള്ള പുള്ളിയുടെ അടുത്ത് നമുക്കത് സംസാരിക്കാം ധൈര്യമായിട്ട്. കാരണം ഒന്നും പുള്ളി ജഡ്ജ് ചെയ്യില്ല. കാരണം പുള്ളിക്ക് അറിയാം അയാൾക്കത് ചെയ്യാനുള്ള കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് തോന്നുന്നൊരു ആശങ്ക നമ്മളടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അതിന് പുള്ളിയുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടൊരു മറുപടി പറയും. ആ മറുപടി ഓൾമോസ്റ്റ് കറക്റ്റായിരിക്കും. കാരണം വെച്ചാൽ പുള്ളി നന്നായി പഠിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത് ഈ ട്രീറ്റ്മെൻറ്റിൽ വർക്കായേക്കാം. ആ ടെൻഷൻ വേണ്ട, അത് കറക്റ്റാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല എന്ന് പറയാം. അപ്പം പുള്ളിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ ഒരു കോൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് വളരെ കംഫർട്ടാണ്. അത് നമുക്ക് എല്ലായിടത്തും പറ്റത്തില്ല. അതാണ് എനിക്ക് പുള്ളിയിലൂടെയുള്ള, അത് പുള്ളിയിലൂടെ പോകുമ്പോൾ നമുക്ക് ചുമ്മാ ബാഗ് എടുത്ത് പോയാൽ മതി ഷൂട്ടിന്. ഒരുപാട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും നമുക്ക് അവിടെ ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. കൃത്യമായിട്ട് പറഞ്ഞു തരും. നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്.